ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടഫ് ടോക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ലാലേട്ടൻ വന്നിട്ടുള്ള രണ്ട് എപ്പിസോഡിനെ കുറിച്ചാണ്. എപ്പിസോഡ് നമ്പർ 7 ആൻഡ് എപ്പിസോഡ് നമ്പർ 8 വീക്കെൻഡ് എപ്പിസോഡ്സിനെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ലാലേട്ടൻ നല്ല സുന്ദരനായിട്ട് വെള്ള ഷർട്ടിൽ പൂക്കൾ തുന്നിയ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു പ്രസന്റബിൾ ഒരു പരിപാടിയിൽ തന്നെ പുള്ളിക്കാരെ വന്ന് ലൈക്ക് ഓൾവേസ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സംസാരിച്ചു തുടങ്ങി. മെയിനായിട്ട് ആദ്യം വന്നൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ പണിപ്പുരയിൽ ഇവർ കയറിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ എടുക്കാൻ പറ്റിയില്ല എന്നൊക്കെയുള്ള ഒരു കോൺവെർസേഷനിലാണ് വന്നത്. അതിൻ്റെ അകത്ത് ഏറ്റവും മെയിനായിട്ട് വന്ന ഒരാളാണ് അക്ബർ രണ്ടാമത്തെ പ്രാവശ്യമാണ് പോകുന്നത്. ആദ്യം പോയപ്പോഴത്തേനും ഒന്നും കിട്ടില്ല. ആദ്യം പോയത് അക്ബർ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഒരു കപ്പിൾ ഉണ്ടല്ലോ, ആദില നൂറ, അവർ രണ്ടുപേരായിട്ടാണ് പോയത്. അതിൽ അവർക്കൊന്നും കിട്ടിയില്ല. കിട്ടിയ എല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വന്നു. പിന്നെ അക്ബർ ജയിച്ചപ്പം ആ പുള്ളിക്കാരൻ്റെ മാത്രം ഒരു കപ്പാസിറ്റിയിലുള്ള പുള്ളിക്കാരന് കൊടുത്ത ഒരു ഓഫർ എന്നുള്ള സാധനത്തിൽ പുള്ളിക്കാരൻ പോയിട്ട് കുറേ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ, അനീഷമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യാണ്. നെവിൻ എന്ന് പറയുന്ന ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പുള്ളിക്കാരൻ നമുക്ക് ചില സമയത്ത് തോന്നി എന്താ പൊട്ടറാണോ എന്ന് തോന്നും, ചില സമയത്ത് ഭയങ്കര ഇന്റലിജന്റ് ആണെന്ന് തോന്നും, ചില സമയത്ത് പുള്ളിക്കാരൻ ഒരു ഫെമിനിൻ ഒരു ടച്ച് ഉള്ളതുപോലെ നമുക്ക് തോന്നാറുണ്ട്. ചില സമയത്ത് അല്ല, നമുക്ക് മനസ്സിലാവില്ല ഇത് ആരാണ് എന്താണെന്ന് മനസ്സിലാവാത്ത ഒരു കൈൻഡ് ഓഫ് ഒരു കൺഫ്യൂസിങ് ഒരു പരിപാടി പുള്ളിക്കാരൻ പിടിക്കുന്നത്. ഇറ്റ്സ് ഹിസ് ആക്ട്, പുള്ളിക്കാരൻ്റെ അഭിനയമാണ്. അത് ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നുന്നത്. ഒന്ന് രണ്ട് പേര് നമ്മൾ സംസാരിക്കേണ്ട ചോദിച്ചിട്ടുണ്ട്, എടാ പുള്ളിക്കാരൻ ട്രാൻസ്ജെൻഡർ ആണോ എന്ന് വരെ എന്നോട് ചോദിച്ചിട്ടുണ്ട് അറിയാവുന്നവർ. കാരണം പുള്ളിക്കാരൻ അതുപോലെയൊക്കെ ബിഹേവ് ചെയ്യും. ഇപ്പോൾ ട്രാൻസ്ജെൻഡർ എന്നുള്ള പ്യോർലി അല്ല ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള ടച്ച് പല സാധനങ്ങളും പുള്ളിക്കാരൻ കൊണ്ടുവരാറുണ്ട് പുള്ളിക്കാരൻ്റെ ഒരു ക്യാരക്ടറിൽ. ബിഗ് ബോസ് പുള്ളിക്കാരൻ ഫോർ ഷുവർ ഒരു റിയൽ പരിപാടി അല്ല പിടിക്കുന്ന. ബാക്കിയുള്ളവരൊക്കെ റിയൽ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പുള്ളിക്കാരനും ഇതാണ് ഞാൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ അല്ല, പുള്ളിക്കാരൻ അവിടെ ഒരു ആക്ട് ആണ് പുട്ട് ഓൺ ചെയ്യുന്നത്. അത് ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ പുള്ളിക്കാരൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് പുള്ളിക്കാരൻ ഇങ്ങനെ പോകാൻ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. കാരണം പണിപ്പുരയിൽ കയറുന്ന എല്ലാവർക്കും പണി കിട്ടുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ലാലേട്ടൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യ് മോൻ, ഇനി അങ്ങോട്ട് കയറേ വേണ്ട, അങ്ങോട്ട് കയറാൻ സമ്മതിക്കത്തുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ ഒരു പുള്ളിക്കാരൻ ഒരു പൊട്ടറെ പോലെ കയറാൻ താല്പര്യമില്ലാതെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിവിൻ പൊക്കി എനിക്ക് താല്പര്യമില്ല, സമ്മാനം കിട്ടുമെങ്കിൽ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നത്. അതൊക്കെ പുള്ളിക്കാരൻ്റെ ഒരു ആക്ടിന്റെ ഭാഗമാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു മെയിൻ ടോപ്പിക് എന്ന് പറയുന്നതാണ് നമ്മുടെ ഒനിലാണെങ്കിലും ശരി, സരികയാണെങ്കിലും ശരി, രഞ്ജിത്തൊക്കെ ആണെങ്കിലും ഇവരൊന്നും കാണാനില്ല, ഇവരെന്ത് ഒളിച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ. ബേസിക്കലി ഇത്രയേ ഉള്ളൂ, അവർക്ക് വിസിബിലിറ്റി ഇല്ല. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ കിച്ചണിലാണ്, എല്ലാവർക്കും കുക്കൊക്കെ ചെയ്യണം, അതിൻ്റെ പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനത് സ്റ്റാർട്ടിങ് തൊട്ടേ പറയുന്നുണ്ടായിരുന്നു. അതായത് ഇവർക്ക് കിച്ചണിൽ നിൽക്കുമ്പോഴത്തേനും അവർ കിച്ചണിൽ ഒരുപാട് ഒരു കൈൻഡ് ഓഫ് ഒരു സാധനം, ഒരു ടാൻട്രംസ് ഒരുപാട് പേര് കാണിച്ച് അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അവർക്ക് മിക്ക കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. കാരണം കുക്കിംഗ് എന്ന് പറഞ്ഞ സാധനം ഒരു സെക്കൻഡ് മാറി നിന്നാൽ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന കരിഞ്ഞു പോകാൻ, പിടിക്കാനും ഒക്കെയുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് അവർക്കത് പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സ്ക്രീൻ സ്പേസ് കുറവായിരിക്കും. അല്ലെങ്കിൽ അവർ ടാക്ടിക്കലി എന്തൊരു ഇൻസിഡന്റ് ഉണ്ടാവുന്നെങ്കിലും അതൊരു കിച്ചന്റെ ഒരു ചുറ്റും ഉണ്ടാക്കണം. ഇതിന് മുമ്പത്തെ ചില സീസൺസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ പ്രോപ്പർലി ഒരു ആർഗ്യുമെന്റിന്റെ ഒരു സാധനം വരുന്നുണ്ടെങ്കിൽ അവർ നേരെ അത് ഡൈവേർട്ട് ചെയ്തിട്ട് കിച്ചണിലോട്ടാക്കും. ആ ഏരിയയിലാണ് പിന്നെ നടക്കുന്ന ഒരു അടി. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് ഭയങ്കര വലുതാണ്. വലുത് ഇൻ ദ സെൻസ് ഹോൾ എന്ന് പറയുന്ന ഒരു ഏരിയ, ഓപ്പൺ ലിവിങ് ഏരിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. അപ്പം ഒരു സൈഡിലാണ് കിച്ചൺ, അപ്പം മറ്റേ സൈഡിൽ എവിടെയെങ്കിലാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫിന്റെ അപ്പുറത്താണ് നടക്കുന്നതെങ്കിൽ അവർക്ക് ഒരിക്കലും അതിൽ ഇടപെടാൻ പറ്റത്തില്ല. കാര്യം അവർ കിച്ചൺ എന്ന് പറഞ്ഞാൽ അത്രയും ഡിസ്റ്റൻസ് ആണ്, തൊട്ടടുത്തുള്ള ഒരു സ്പേസ് ഇല്ല. അതുകൊണ്ടായിരിക്കും അവർക്ക് പ്രോപ്പർലി പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത. കാര്യം കിച്ചണിൽ നിൽക്കുന്നവർക്ക് അത്രയും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണുള്ളത്. അത് ഒരിക്കലും സ്പോയിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ഒനീൽ സാബു, അപ്പോൾ പുള്ളിക്കാരൻ്റെ പറയുന്നുണ്ട്, ഇടയ്ക്ക് വെച്ച് നമ്മുടെ പെൺകുട്ടി ഉണ്ടല്ലോ റെന ഫാത്തിമയോട് അടിയുണ്ടാക്കിയ ഒരു സാധനങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട് എന്ന് മാത്രം. പക്ഷെ അവർക്ക് സ്ക്രീൻ സ്പേസ് കുറവാണെന്ന് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്. അതിന് നമ്മൾ കാണുന്നത് ജിസേൽ പുള്ളിക്കാരി ഒബ്സെസ്ഡ് ആണ് ടുവേർഡ്സ് മേക്കപ്പ് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരിക്ക്. മേക്കപ്പ് ഇല്ലാതെ പറ്റില്ല, ഷീസ് എ മോഡൽ. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ഡ്രസ്സിങ് ഒക്കെ ചെയ്ത് ഒരുപാട് മേക്കപ്പും പരിപാടിയൊക്കെ ചെയ്ത് മാത്രം ജീവിച്ചിരുന്ന ഒരാളാണ്, ഒരു പെൺകുട്ടിയാണ്. അപ്പം പുള്ളിക്കാരി പെട്ടെന്ന് ബിഗ് ബോസിൽ ഒരു ഷോയിൽ, അത് ഇത്രയും ആൾക്കാർ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വിത്തൗട്ട് മേക്കപ്പ് എന്ന് പറയുമ്പം പുള്ളിക്കാരിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര അൺകംഫർട്ടബിൾ ഒരു ഫീൽ ഉണ്ട്. അതുകൊണ്ടായിരിക്കും കുറേയൊക്കെ പുള്ളിക്കാരി ഒളിപ്പിച്ചൊക്കെ വെച്ച് മൊത്തം കൊടുക്കാതെയൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു മേക്കപ്പ്. അതൊക്കെ കൃത്യമായിട്ട് ലാലേട്ടൻ പൊക്കുകയും ചെയ്തു. പൊക്കി കഴിഞ്ഞിട്ട് പറഞ്ഞ ഇതാണ്, ഇതുവരെ ഉണ്ടായിരുന്ന ഡ്രസ്സ് അതിടാം, ഇനി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബോക്സ്, ഒരു സൂട്ട് കേസ് ഉണ്ട്, അതിനി തരില്ല, ഇറ്റ്സ് ഗോയിങ് ബാക്ക് ടു മുംബൈ എന്നാണ് പറഞ്ഞത്. അത് കറക്റ്റായിട്ട് മുംബൈയിൽ വിടും, ഇനി അതിലുള്ള തുണി മണിയൊന്നും തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കള്ളമാണോ ശരിയാണോ എന്നും അറിയില്ല. അങ്ങനെ ഒരു വാർണിംഗ് എന്നുള്ളതല്ല,
അതിനുള്ളൊരു റിസൾട്ട് എന്താണ്, അതിനുള്ളൊരു പണിഷ്മെന്റ് എന്നുള്ള രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അവിടെ ജിസേൽ ചെറുതായിട്ട് കുറച്ച് സോഫ്റ്റ്വെയർ പരിപാടിയൊക്കെ അയ്യോ ലാലേട്ട അങ്ങനെയൊക്കെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും നടക്കുന്നില്ല, പ്രോപ്പർലി തന്നെ ഡീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിലെ ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ ലാലേട്ട, എന്നാൽ പോലും മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് മുമ്പൊക്കെ ആണെങ്കിലും ശരി നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് പുള്ളിക്കാരൻ ചെവിയിലും മറ്റേ ഈ സാധനം ഇയർഫോൺസ് വെച്ചിട്ടുണ്ട്, ഇന്നിയർ ഇയർഫോൺസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തു നിന്നാണ് പറഞ്ഞത് ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ എന്ത് പറയണം എന്നുള്ള അതിൻ്റെ അകത്തു നിന്നാണ് ഫീഡ്ബാക്ക് കൊടുക്കുന്നതാണെങ്കിലും ശരി പറയുന്നതാണെങ്കിൽ. ലാലേട്ടൻ ബേസിക്കലി ഒരു ബൊമ്മ നിൽക്കുന്ന പോലെ നിന്ന് സംസാരിക്കുന്നതിൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ല, അവിടുന്ന് പറയുന്നു അത് മാത്രം ലാലേട്ടൻ പറയുന്നു എന്നാണ്. ഈ പ്രാവശ്യം അതത്ര ഒരു സിങ്ക് വരാത്ത മാതിരി തോന്നിയിട്ടുണ്ടായിരുന്നു. അതായത് എവിഡൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും ലാലേട്ടൻ അല്ല ഇത് പറയുന്നത്, ചെവിക്കകത്തിരിക്കുന്ന മാഷാണ് പറയുന്നത്, നമുക്ക് എവിടെയെങ്കിലും മനസ്സിലാകുന്ന ഒരു രീതിയിലാണ് വന്നത്. യൂഷ്വലി ഇത്രയും എന്താ പറയാ, നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഭയങ്കര ഒരു എന്താ പറയാ സോളിഡായിട്ട് നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെ ആണോ എന്നൊരു സംശയമായിരിക്കും തോന്നുന്നത്. പക്ഷേ ഈ പ്രാവശ്യത്തിൽ ഭയങ്കര ക്ലാരിറ്റി കുറവ് തോന്നിയിട്ട് ഈ രണ്ടുപേരും തമ്മിലുള്ള ഒരു കണക്ഷൻ അത്രയ്ക്ക് പ്രോപ്പർ അല്ല എന്ന് തോന്നുന്നുണ്ട്. ഒരുപാട് പ്രാവശ്യങ്ങളിൽ തന്നെ ലാലേട്ടൻ ബൈ മിസ്റ്റേക്ക് പല കാര്യങ്ങൾ പേര് മാറ്റി വിളിക്കുന്നതാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഒരു ഇൻസിഡൻസിന്റെ നടന്നതിന്റെ ഓപ്പോസിറ്റ് ഉൾട്ടേക്കാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ചെവിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അല്ല ഇങ്ങനെയാണ് ലാലേട്ട എന്ന് പറയുമ്പോഴായിരിക്കും പുള്ളിക്കാരൻ അല്ലല്ലോ ഇങ്ങനെയല്ലേ ഇങ്ങനെ എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതൊട്ടും സിംഗിൾ അല്ലാത്ത പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു ഈ ഒരു സീസണിൽ, സ്റ്റാർട്ടിങ് ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ. അത് കഴിഞ്ഞിട്ട് വന്ന 2 ടോപ്പിക്കാണ്. അതിൽ ഒന്നാണ് ഷാനവാസിന്റെ എന്താ പറയുക ഫാമിലി വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എന്തോ കൺസേൺ അവരവിടെ പറഞ്ഞിട്ടുണ്ട്, ഷാനവാസിന്റെ ഹെൽത്ത് അത്ര പ്രോപ്പർ അല്ല എന്നുള്ള കാര്യം അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം അവർക്ക് വിളിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു എന്നും പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഷാനവാസ് സംസാരിക്കുന്നുണ്ട്, വൈഫിന്റെ കൂടെയും കുട്ടികളുടെ ഒക്കെ സംസാരിക്കുന്നുണ്ട്, കുഴപ്പമില്ല ഹെൽത്ത് വൈസ് ഓക്കെ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇറ്റ്സ് ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് അക്ബറിനെ ഒന്ന് വിളിച്ച് ചെറുതായിട്ടൊന്ന് എണീപ്പിച്ച് നിർത്തിയിട്ട് ലാലേട്ടൻ ചെറുതായിട്ടൊന്ന് ഫയർ ചെയ്യുന്നു പറയാമല്ലോ, എന്നാലും ചെറിയൊരു സാധനം പറയുന്നതാണ്. അതായത് രേണു സുധിയുടെ എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു പേര് വിളിക്കാവുന്ന പരിപാടി ഉണ്ടായിരുന്നല്ലോ, ചെല്ലപ്പേര് എന്ന് പറയുന്ന ഒരു സാധനം വിളിക്കാൻ പറഞ്ഞപ്പോഴത്തേന് രേണു സുധീനെ പുള്ളിക്കാരൻ വിളിച്ച സെപ്റ്റിക് ടാങ്ക് എന്നാണ്. അപ്പൊ അത് വലിയൊരു സംഭവം വന്നിട്ട് ഒരു അത്ര ശരിയായില്ല എന്ന് ഒരുപാട് പേർക്ക് ഉള്ളിലും തോന്നിയിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിന്റെ അകത്താണെങ്കിലും പുറത്താണെങ്കിലും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അത് അത്ര ശരിയായില്ല, അതൊരിക്കലും അങ്ങനെ വിളിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കാര്യം ഒരു ക്വസ്റ്റനിങ് പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു അക്ബറിന്റെ കൂടെ. അതുപോലെ തന്നെ ആ 2 കപ്പിൾസിനെ എണീറ്റ് നിർത്തി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവര് അനീഷിനെ വിളിച്ചത് അപ്പി എന്നാണ് വിളിച്ചത്, വിച്ച് ലിറ്ററലി ട്രാൻസ്ലേറ്റ്സ് ടു യെസ്. അപ്പോൾ ആ ഒരു കാരണത്താൽ അവരെ ഒന്ന് വിളിച്ചത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കോൺവെർസേഷൻ ആ ഒരു രീതിയിൽ പോയി. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അതായത് ഇവർ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു ചെല്ലപ്പേര് പരിപാടി വിളിക്കുമ്പോൾ അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പക്ഷെ ദിസ് ഈസ് എ ഗെയിം. അതിൻ്റെ അകത്ത് ഇങ്ങനെ പറയുമ്പോഴത്തേന് അവർ ചിലപ്പോൾ പ്രൊവോക്ഡ് ആവും, മറ്റേ ആൾക്കാർ ഓപ്പോസിറ്റുള്ള ആൾക്കാർ പല രീതിയിൽ റിയാക്ട് ചെയ്യും. ആ റിയാക്ഷനാണ് വേണ്ടത്, അതാണ് കോണ്ടന്റ്, അതാണ് ഇവർ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് ആഗ്രഹിക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തതെന്നാണ് തോന്നുന്നത്. പക്ഷേ ഐ ഫീൽ ലൈക്ക് അക്ബറിന് ഇട്ടുകൊടുത്ത ആ ഒരു പേര് അപ്പി എന്ന് പറയുന്ന, അക്ബർ അല്ല അനീഷിന് ഇട്ടുകൊടുത്തിരുന്ന ആ ഒരു പേര് ലിറ്ററലി ശരിയായില്ല എന്ന് തോന്നുന്നു. സെപ്റ്റിക് ടാങ്ക് പിന്നെയും ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബിക്കോസ് അത് അങ്ങനെയുള്ള കോണ്ടന്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന ഒരാൾ എന്നൊക്കെ ഉള്ളൊരു അർത്ഥം പിന്നെയും വരുത്താം. പക്ഷെ അനീഷിന് കൊടുത്ത ഒരു പേരൊട്ടും അങ്ങോട്ട് ശരിയായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പേരൊട്ടും ശരിയല്ല എന്നുള്ളൊരു രീതിയിലാണ് ലാലേട്ടൻ പറഞ്ഞത്. മേക്ക് സെൻസ് ഫോർ ഷുവർ. അത് കഴിഞ്ഞിട്ട് അനീഷിനോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ള കാര്യം. അതുപോലെ തന്നെ പാവം എന്ന് വിളിക്കാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുൻഷി രഞ്ജിത്തിനോട് ചോദിക്കുന്നു പുള്ളിക്കാരൻ്റെ ഒപ്പീനിയൻ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അതുകൊണ്ട് വരുന്ന ഒരു മെയിൻ ടോപ്പിക്കാണ് രേണു സുധി ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചാനലിലാണ്. അതായത് ഫസ്റ്റ് വീക്കിൽ തന്നെ ഞാൻ നോമിനേഷനിൽ വന്നിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് പ്രചരിക്കുന്നുണ്ടായിരുന്നു. അതായത് രേണു സുധി ഇനി വീഡിയോ എല്ലാം എടുത്ത് അപ്ലോഡ് ചെയ്തോ എന്നൊക്കെയുള്ള ഒരു സാധനം. അപ്പോൾ അതിനൊന്ന് മോക്ക് ചെയ്യുന്ന രീതിയിൽ ലാലേട്ടൻ പറഞ്ഞു കുറച്ച് പേര് വീടിൻ്റെ അകത്തോട്ട് കയറുന്നുണ്ട്, ഒരു സെർച്ച് നടത്തേണ്ട ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് 3-4 പേര് മാസ്കും പരിപാടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് സെർച്ചൊക്കെ നടത്തി. എന്നിട്ടാണ് പറയുന്നത് രേണു സുധി ഫോൺ വല്ല ഇരിപ്പുണ്ടോ, വീഡിയോ ഇങ്ങനെ വരുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പം രേണു പറയുന്നുണ്ട് എന്താണ്, അയ്യോ അത് ഞാനല്ല, എൻ്റെ കസിനാണ് ഇങ്ങനെ പറഞ്ഞത്, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് എയർപോർട്ടിൽ വരുന്നതിന് ജസ്റ്റ് മുമ്പ് ഇങ്ങനെ ചെയ്യേണ്ടി വന്ന് ഞാൻ ചെയ്തതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു എപ്പിസോഡിൻ്റെ ലാസ്റ്റ് കാണുന്നൊരു സാധനം ജസ്റ്റ് ഇപ്പോൾ പറയുന്നതേ ഉള്ളൂ. അതായത് പുള്ളിക്കാരി രേണു സുധി ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് പറയുന്നുണ്ട്, അതേ കസിനെ പ്ലീസ് ഇത് ചെയ്യരുത്, ഇനി ഇങ്ങനെയുള്ള വീഡിയോ ഒന്നും ഇടരുത്, ഓക്കെ അത് വേണ്ട എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് PR ഭാഗമായിട്ട് രേണു സുധി പ്ലാൻ ചെയ്തൊരു സാധനമാണ് ഫോർ ഷുവർ.
അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെയുള്ളത് ഡിഫറെൻറ്റ് ഒരു സാധനം. എനിക്കതിൽ വലിയ തെറ്റൊന്നും തോന്നുന്നില്ല. അത് രേണുവിൻ്റെ ഒരു പ്ലാൻ, രേണുവിൻ്റെ ഒരു ഐഡിയ, ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ടാക്ടിക്സ് എന്ന് മാത്രമേ പറയാൻ പറ്റില്ല. അതിൽ തെറ്റെന്തെങ്കിലും ഉണ്ടെന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. ഇത് ഞാൻ പണ്ട് ആലോചിച്ചിരുന്നൊരു കാര്യമാണ്. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് ആദ്യമേ ഇട്ടുകൂടാ, അതനുസരിച്ച് നോമിനേഷന് വരും, ഇങ്ങനെ പോസ്റ്റ് ചെയ്താൽ ഞാൻ കഴിഞ്ഞ വർഷം തന്നെ ആലോചിച്ചു. കഴിഞ്ഞ വർഷത്തിന് മുമ്പ് ടു ബി ഓണസ്റ്റ് ഞാൻ ആലോചിച്ചിരുന്നൊരു കാര്യമാണ്. അത് രേണു ചെയ്തു, അതൊരിക്കലും തെറ്റ് ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കിയുള്ളവർ ചെയ്തില്ലെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ദെയർ ചോയ്സ് എന്ന് മാത്രം. പക്ഷെ രേണു ഇനിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യരുത് എന്നൊക്കെ ക്യാമറയെ നോക്കി പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു കസിൻ എന്ന് പറയുന്നത് അതൊരു PR ടീം ആയിരിക്കാം, അല്ലെങ്കിൽ കസിൻ്റെ പേരൊക്കെ ചിലപ്പോൾ പറഞ്ഞാൽ അത് പറയാത്ത എന്താ ഐ ഡോണ്ട് നോ. ബട്ട് എനിക്കതൊട്ടും വിശ്വാസം വരുന്നില്ല, അതായത് ബൈ മിസ്റ്റേക്ക് എന്നുള്ളൊരു സാധനമാണെന്ന്. ഇത് പക്ക പ്ലാനിങ്ങിലാണ് രേണു കയറിയേക്കുന്നത് എന്നത് ഇത് എവിഡൻ്റ് ആണ്. അപ്പോൾ അതായത് ഈ നോമിനേഷനിൽ വന്നതിന് മുമ്പ് 2 ദിവസം മുമ്പ് പുള്ളിക്കാരി ഒരു നല്ലൊരു കരച്ചിലൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മിററിൻ്റെ മുമ്പിൽ കാലൊക്കെ കയറ്റി വെച്ചിട്ടുള്ള ഒരു കരച്ചിൽ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കാം. നല്ലൊരു ഗെയിം നമുക്ക് രേണുവിൻ്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ലാലേട്ടൻ പിന്നെ ഡിസ്കസ് ചെയ്യുന്ന ഒരു മെയിൻ ടോപ്പിക്കാണ് അലമ്പ് എന്ന് പറയാൻ പറ്റില്ല, നോട്ട് സോ പ്ലസന്റ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നത്. അതിൽ മെയിനായിട്ട് വരുന്നത് ഒന്ന് അനീഷ്, അതുപോലെ തന്നെയാണ് അപ്പാണി ശരത്ത്. ഈ രണ്ടുപേരും തമ്മിലുള്ള കോൺവെർസേഷൻ, അതായത് അപ്പാണി ശരത്ത് അനീഷ് തമ്മിലുള്ള ഒരു വാക്കേറ്റ പരിപാടി എപ്പോഴും നടക്കുന്നതാണ്. അതിൻ്റെ അകത്ത് തന്നെ എന്താ പറയുക, അപ്പാണി ശരത്ത് ഭയങ്കരമായിട്ട് മോശം രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. തെറിയല്ല, എന്നാൽ പോലും നോട്ട് സോ പ്ലസന്റ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ശരിയല്ല, മറ്റേ ആൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊക്കെ സംസാരിക്കണം എന്ന് വിചാരിക്കുന്നതിൽ അത് തെറ്റല്ലേ, അത് പുള്ളിക്കാരൻ ഗെയിം കളിക്കാൻ വന്നതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പാണി ശരത്ത് പറയുന്നുണ്ട്, സഹിക്കാം ലാലേട്ട, സഹിക്കാം, ഞാൻ സഹിച്ചോളാം, വേറെ മാർഗ്ഗമില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ എവിഡൻ്റാണ്, അതായത് അപ്പാണി ശരത്തിന് വലിയൊരു സപ്പോർട്ട് കിട്ടുന്നില്ല ഫ്രം ബിഗ് ബോസ് എന്ന് പറയാം. അനീഷിൻ്റെ ആ ഒരു ചൊറിയൽ എന്ന് പറയുന്ന സാധനം ഉറപ്പായിട്ട് ഇതിനെക്കാട്ടി നന്നായിട്ട് ചൊറിയണം എന്ന് ബിഗ് ബോസ് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യം വേറൊന്നുമല്ല, അനീഷാണ് ഇതിൻ്റെ അകത്ത് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെയിൻ ആൾ. അപ്പോൾ അനീഷിനെ ഇപ്പോൾ ഒന്ന് അടിച്ച് താഴ്ത്തി കളഞ്ഞാൽ പിന്നെ പ്രോപ്പറായിട്ടുള്ള കണ്ടന്റ് വരാനുള്ള ചാൻസ് കുറവാണ്. അതിനൊരു അനീഷിനെ ഒന്ന് പൊക്കി വിട്ട് കഴിഞ്ഞാൽ അനീഷിന് കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആവും. അനീഷ് നന്നായിട്ട് പെർഫോം ചെയ്യും, നല്ല കോണ്ടന്റ് പുള്ളിക്കാരൻ കൊണ്ടുവരികയും ചെയ്യും. ആ ഒരു വിശ്വാസം ബിഗ് ബോസിനുണ്ട്. അത് തന്നെയാണ് ബിഗ് ബോസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് ഒരു മെയിൻ സാധനം വരുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു കപ്പിൾ ഉണ്ടല്ലോ, അവർ രണ്ടുപേര് ആദില നൂറ. അപ്പോൾ അവരും അനീഷുമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു, നമ്മൾ ആദ്യം മെയിൻ എപ്പിസോഡ്സിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ലാലേട്ടൻ തന്നെ പറയും, നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല, അതൊന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെയാണ് അത് സ്ക്രീനിലോട്ട് പോകുന്നത്. നടന്ന ഇൻസിഡൻറ്റ് വേറൊന്നുമല്ല, ഇവരുടെ ഫാമിലീസ് അത്രയും ചേർച്ചയിലല്ല പോകുന്നത്, അവരോട് സംസാരിക്കുകയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതിൽ അനീഷ് പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾ അങ്ങോട്ട് പോയി സംസാരിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ ഇവരൊരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് ഈ 2 കപ്പിൾസിന്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറേ നേരം സംസാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവർ കരയാണ് ചെയ്യുന്നത്, ആ ഒരു കപ്പിൾസ് കരയുന്നുണ്ട്. അപ്പോൾ അനീഷുമായിട്ട് ഭയങ്കര രീതിയിൽ എസ്പെഷ്യലി നാദിറ ആ ഒരു രീതിയിൽ ആവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരയുന്നതാണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ കാണിച്ചു കഴിഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ അകത്തും അനീഷിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത്. അതിൻ്റെ ഇടയിൽ ലാലേട്ടൻ്റെ വായിൽ തന്നെ വരുന്നുണ്ട്, ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല കേട്ടോ എന്നുള്ള രീതിയിൽ ഒരു സംസാരവും വരുന്നുണ്ട്. വിച്ച് മീൻസ് ബിഗ് ബോസിന് അനീഷിനെ വേണം. അപ്പോൾ അനീഷിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യം ഈ ഒരു കോൺവെർസേഷൻ കൂടി വന്നപ്പോഴത്തേനും ഉറപ്പായിരുന്നു. ഫോർ ഷുവർ അനീഷിനെ ഭയങ്കരമായിട്ട് ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. കോണ്ടന്റ്, പുള്ളിക്കാരൻ്റെ കൂടുതൽ കോണ്ടന്റ് പുറത്ത് വിട്ടിട്ടും പുള്ളിക്കാരൻ്റെ കൂടുതൽ പോസിറ്റീവ് സാധനങ്ങൾ എടുത്തു കാണിച്ചും ആ പുള്ളിക്കാരൻ ഒരു താങ്ങ് കൊടുത്തിട്ട്, അല്ലെങ്കിൽ പറയാം വേറെ ഉള്ള ആൾക്കാരുടെ പേഴ്സണൽ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അനീഷ് വിൽ ബി ലൈക്ക് ഭൂഫ്. പക്ഷെ അത് ചെയ്യാതെ അനീഷിന് ഒരു പോസിറ്റീവ് സാധനം, ഒരു എലിവേഷൻ കൊടുത്തിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ആൾക്കാരുടെ അങ്ങോട്ടുള്ള കോൺവെർസേഷൻ ആണെങ്കിലും ശരി, അനീഷ് എന്ന് പറയുന്ന പേരിനെ ഭയങ്കരമായിട്ട്, അനീഷ് എന്ന് പറഞ്ഞ പേഴ്സണെ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളുടെ ഇടയിലും അനീഷിനെ വിളിച്ചിട്ട് അനീഷിനെ കുറിച്ച് ബാക്കിയുള്ളവരുടെ ചോദിക്കുക, അനീഷിന് എന്ത് തോന്നുന്നു എന്നുള്ളൊരു സാധനം കൊടുക്കുക. ഒരുപാട് കാര്യങ്ങൾ അനീഷിന് ഒരുപാട് കാര്യങ്ങൾക്ക് അനീഷിന് ഒരു ഫേവറിസം കാണിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. അത് ഭയങ്കര എവിഡൻ്റ് ആയിരുന്നു ഈ ഒരു എപ്പിസോഡിന്. എസ്പെഷ്യലി അത് കഴിഞ്ഞിട്ട് ഒരു പേരിൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു. അതായത് നിങ്ങളുടെ ആ ഒരു ചെല്ലപ്പേരിൻ്റെ ബേസിസിലുള്ള ആ ഒരു മറ്റൊരു സാധനം, മറ്റേ മൈക്ക് ഇടുന്ന പോലുള്ള ഒരു സ്ട്രിപ്പ്, അതിൽ പേരെഴുതിയ ആ ഒരു സാധനം. അപ്പോൾ അനീഷിന് മുള്ളംപന്നി എന്ന് പറഞ്ഞ ഒരു സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ബാർബി ഡോൾ അങ്ങനെയുള്ള പോസിറ്റീവ് സാധനങ്ങൾ മാത്രമാണെങ്കിൽ മുള്ളംപന്നി എന്ന് പറയുന്ന സാധനത്തിന് ഒരു പോസിറ്റീവായിട്ടാണ് ബിഗ് ബോസ് കരുതിയേക്കുന്നത്. അത് കുഴപ്പമില്ല, ഓക്കെ ആണെന്ന് തോന്നുന്നു. പക്ഷെ അതിൻ്റെ അകത്തും ഒരു ടാക്ടിക്സ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് മുള്ളംപന്നി എന്ന് പറയുന്ന ഈ സാധനം നെഞ്ചത്ത് ഇങ്ങനെ കിടക്കുമ്പോഴത്തേനും
കുറച്ച് കഴിയുമ്പോൾ ഇവർ വിളിക്കാനും അത് വിളിച്ചിട്ട് നല്ല ചൊറിയാവാനും രണ്ടുപേരും തമ്മിൽ അടിയാവാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. അതൊക്കെ നന്നായിട്ട് വരട്ടെ എന്നുള്ള രീതിയിലാണ് ആ ഒരു മുള്ളം പന്നി എന്ന് പറയുന്ന സാധനത്തിന് അത് പോസിറ്റീവാണ്, അത് നല്ലൊരു ഭംഗിയുള്ള സാധനമല്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ ലാലേട്ടൻ പറയുന്നത്. ബിഗ് ബോസിന്റെ ആ ഒരു ടീം അവർ കൊടുക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അതും ഇവിടെ കാണിക്കുന്ന ഒരേ കാര്യമാണ്, അനീഷിനെ എലിവേറ്റ് ചെയ്യാൻ നോക്കുന്നു. അതിന്റെ കംപ്ലയിൻറ്റ്സ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇതിനെക്കുറിച്ച് എന്നുള്ള, ഇപ്പൊ ഷോയിൽ വന്ന ഓരോ ആൾക്കാരെ കുറിച്ച് കംപ്ലയിൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം എന്നൊക്കെയുള്ള ഒരു സാധനം വന്നപ്പോഴത്തേനും അതിൻ്റെ ഏറ്റവും എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന അനീഷിനെ തന്നെ. ഓൾറെഡി അനീഷിനെ ബിഗ് ബോസ് നല്ല രീതിയിൽ പൊക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ പാർട്ടിസിപ്പൻറ്റും കൂടി അത് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ കുളമാകും എന്നത് മാത്രമേ ഉള്ളൂ. വേറെ അവർക്ക് പറയുന്ന ആൾക്കാർ പ്രത്യേകിച്ച് സപ്പോർട്ടൊന്നും അതായിട്ട് കിട്ടുമെന്ന് തോന്നുന്നില്ല. അനീഷ് പൊങ്ങിപ്പോവുകയും ചെയ്യും. ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം, ഒരാളിപ്പോൾ അനീഷിനെ കൂടെ സംസാരിക്കുന്നുണ്ടല്ലേ, അനീഷിനെ കുറിച്ചുള്ള കംപ്ലയിൻറ്റ് പറയുന്നുണ്ടെങ്കിൽ അനീഷ് എന്തായാലും കയറിപ്പോകും എന്നൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ട്, ഹൗസിൻ്റെ അകത്തുള്ള എല്ലാവർക്കും. അപ്പോൾ അനീഷിൻ്റെ ഈ ഒരു സാധനം, അനീഷ് പോകുന്നതിൻ്റെ കൂടെ കംപ്ലയിൻറ്റ് കൊടുക്കുന്ന ആൾക്കും കൂടി കുറച്ചും കൂടി ഒരു സ്പേസ് കിട്ടും, ഒരു സ്ക്രീൻ സ്പേസ് കിട്ടും എന്നൊരു തോട്ടിലാണ് അവർ സംസാരിക്കുന്നത്. ഇത് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൂടെ പമ്പ് ചെയ്ത് അനീഷിനെ അങ്ങ് പൊക്കുകയാണ്. ടു ബി ഓണസ്റ്റ്, ഇന്നലെ നടന്ന എപ്പിസോഡ്, അതായത് ഫസ്റ്റ് എപ്പിസോഡും ഇന്ന് നടന്ന എപ്പിസോഡ്, അതായത് വീക്കെൻഡ് സൺഡേ നടന്ന എപ്പിസോഡിലും ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്നത് അനീഷാണ്. രണ്ടാമത്തെ, അതായത് സൺഡേ നടന്ന എപ്പിസോഡിൽ 70 to 80% അനീഷ് എന്ന് പറയുന്ന പേരും അനീഷ് ചെയ്ത കാര്യങ്ങളും അനീഷിനെ കുറിച്ച് എന്ത് തോന്നുന്നു എന്നുള്ളത് മാത്രമാണ് വന്നത്. അത്രയും എലിവേഷൻ ബിഗ് ബോസ് അനീഷിന് കൊടുത്തിട്ടുണ്ട്. അനീഷിന്റെ കയ്യിൽ നിന്ന് മൊത്തം കണ്ടന്റും ബിഗ് ബോസ് വലിച്ചെടുക്കും, എക്സ്ട്രാക്ട് ചെയ്യും. അതിനുള്ള സിറ്റുവേഷൻസും സിനാരിയോസും ബിഗ് ബോസ് തന്നെ ക്രിയേറ്റ് ചെയ്യും എന്നതിൽ ഒരു ഡൗട്ടും ഇല്ല. അതിന്റെ ഭാഗമായിട്ടാണ് അഭിലാഷ് ഒരു നന്നായിട്ട് മുണ്ടൊക്കെ മടക്കി കുത്തി വന്നിട്ട് ഡയലോഗ് കാര്യങ്ങളൊക്കെ അടിക്കുന്നത് അനീഷിൻ്റെ കൂടെ. അതൊക്കെ തന്നെ സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഡ്രാമയാണെന്ന് എവിഡൻ്റ് ആണ്. അനീഷിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സുഖം അതാണ്. അത് പുള്ളിക്കാരൻ ഇനി കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളവർ കണ്ടന്റ് വേണമെങ്കിൽ അനീഷിനെ വെച്ച് ഉണ്ടാക്കാനായിട്ട് ബാക്കിയുള്ളവർ ശ്രമിക്കും. പുള്ളിക്കാരൻ ചുമ്മാ ഇരുന്ന് റിയാക്ട് ചെയ്താൽ മാത്രം മതി എന്നുള്ളൊരു ലെവലിലേക്ക് അനീഷ് എന്ന് പറയുന്ന ഒരു പാർട്ടിസിപ്പന്റ് ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അഭിലാഷൊക്കെ 2-3 പ്രാവശ്യം പിന്നെയും വന്ന് ആ ഒരു എന്താ പറയുക, ഒരു സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയുള്ള പരിപാടികൾ കാണിക്കുന്നുണ്ട്. ഇന്നലെ മെനഞ്ഞാന്നൊന്നും അഭിലാഷിന് അത്രയ്ക്കൊരു സ്ക്രീൻ സ്പേസ് കിട്ടിയില്ല. അത് മൊത്തം പുള്ളിക്കാരൻ ഈ ഒരു എപ്പിസോഡിൽ ഒപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും മനസ്സിൽ ഇതായിരിക്കും, ഈ മുണ്ടൊക്കെ മടക്കി കുത്തി പോകുന്നതിൻ്റെ സ്ലോ മോഷനും അതിൻ്റെ ഇടയിൽ കുറേ എഡിറ്റിംഗ് പരിപാടികളൊക്കെ ഇട്ടിടും എന്നൊക്കെയുള്ളൊരു തോട്ടിലായിരിക്കും മിക്കവരും എന്താ പറയുക ഇതിൻ്റെ അകത്ത് പെർഫോം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതെല്ലാം അനീഷിന് പോസിറ്റീവായിട്ട് വരുന്നും ഉണ്ട്. ഇതിൻ്റെ അകത്ത് അനീഷ്, അതുപോലെ ജിസൈൽ, അനുമോളുള്ള സംസാരത്തിൻ്റെ ഇടയിലൊക്കെ തന്നെ മിക്ക സ്ഥലങ്ങളും അനീഷ് കയറി സംസാരിക്കുന്നുണ്ട്. അവിടെ ഒന്നും എന്താ പറയുക, ലാലേട്ടൻ ഒഫൻഡഡ് ആവുന്നില്ല, ലാലേട്ടൻ മിണ്ടാതിരിക്കുമോ എന്നൊന്നും പറയുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ അനീഷിൻ്റെ പ്ലീസ് 1 മിനിറ്റ് ഒന്ന് മിണ്ടാതിരിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അതായത് എളിമ, അനീഷിൻ്റെ കൂടെ ലാലേട്ടൻ എളിമ കാണിക്കുകയാണ്. അത്രയും വലിയ ഒരു സപ്പോർട്ടാണ് അനീഷിന് കൊടുക്കുന്നത്. ഒരാവശ്യവും ഇല്ലാതെ ബിഗ് ബോസ് ഇത്രയ്ക്ക് ഹൈപ്പ് കൊടുക്കുമ്പോഴത്തേനും ബാക്കിയുള്ള ജനങ്ങളെയും അതിൻ്റെ അകത്തുള്ള പാർട്ടിസിപ്പൻസിനെയും പൊട്ടന്മാരാക്കുന്നതിന് സമം എന്ന് വേണം പറയാൻ. കാര്യം അത്രയ്ക്ക് എലിവേഷൻ കൊടുക്കുന്നുണ്ട് അനീഷിനെ. ഈ ഇടയ്ക്ക് ഒന്നും അനീഷ് പോകുമെന്ന് തോന്നില്ല, ഔട്ടാവുമെന്നും തോന്നില്ല. പുള്ളിക്കാരന് ഫേവറബിൾ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും ബിഗ് ബോസ് ഇനി കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡിന്റെ ലാസ്റ്റ് നമ്മൾ കാണുന്നത് മുൻഷി രഞ്ജിത്ത് ആദ്യമേ ഔട്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടായി. രഞ്ജിത്ത് ഔട്ടായി എന്ന് പറഞ്ഞ ഒരു ടൈമിൽ തന്നെ രഞ്ജിത്ത് ആരുടെയും കൂടെ ബായ് ഒന്നും പറയാതെ പുള്ളിക്കാരൻ തന്നെ എണീറ്റ് ബാക്കിലുണ്ടായിരുന്നു ചെറിയ ഡോർ. ആ ഡോറിൻ്റെ അവിടെ ചെന്ന് ഇപ്പോൾ തുറക്കുമ്പോൾ ഇറങ്ങി പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞില്ല, എല്ലാവരുടെ കൂടെയും ബായ് ഒക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട് ഡോർ വഴി പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് രഞ്ജിത്ത് വന്നിട്ട് എല്ലാവരുടെയും ബായൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകുന്നത്. കരയുന്നതിൻ്റെ വേർജിലാണ് രഞ്ജിത്ത് നിന്നത്. കാര്യം പുള്ളിക്കാരൻ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്നും നന്നായിട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹത്തോടെ വന്നൊരു മനുഷ്യനാണ് പുള്ളിക്കാരൻ. ഒരുപാട് അലമ്പാനോ കാര്യങ്ങൾക്കൊന്നും പോയിട്ടില്ല. ബിഗ് ബോസിന്റെ പ്രശ്നം അതാണ്. നല്ല രീതിയിൽ അലമ്പാൻ അറിയാമെങ്കിൽ മാത്രം പോവുക, അവർ മാത്രം ജയിക്കും. അലമ്പാതെ ഞാൻ വലിയ അലമ്പൊന്നും ഇല്ലാതെ സമാധാനപ്രിയനായിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കൂല. രഞ്ജിത്തിന് പറ്റിയ എത്രയാണ് അതാണ്. അതായത് നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ കണ്ടസ്റ്റൻസിന്റെ എന്ത് മനസ്സിലാവുന്നു എന്നുള്ള ഒരു സാധനം നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് മുകളിൽ ഐ ബട്ടണിൽ ലിങ്ക് ഇട്ടേക്കാം. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രഞ്ജിത്താണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക പോകാനായിട്ട് ചാൻസ് ഉള്ള ഒരാൾ. മിക്കവാറും ഫസ്റ്റ് വീക്കിൽ തന്നെ രഞ്ജിത്ത് പോകും, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ രഞ്ജിത്ത് പോകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. വിഷമമുണ്ട് ഇത് സംഭവിച്ചതിൽ, ബട്ട് ഇറ്റ് ഈസ് എ റിയാലിറ്റി. അലമ്പ് കാണിക്കാമോ ബിഗ് ബോസ് നിൽക്കാം, അലമ്പ് കാണിക്കാൻ പറ്റൂലേ പുറത്ത് പോയേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ രഞ്ജിത്ത് പോയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ആണ് രഞ്ജിത്തിനെ വിളിച്ച് സ്റ്റേജിൽ ലാലേട്ടൻ അടുത്ത് നിർത്തി സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് രഞ്ജിത്തിനെ കുറിച്ചൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു.
റെന ഫാത്തിമയ്ക്ക്. ഇപ്പോൾ റെന ഫാത്തിമ അതിൽ നോക്കിയിട്ട് ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഒരു കൊച്ചുകുട്ടി എന്നൊക്കെ പറഞ്ഞ് ആദ്യം കുറേ ബ്ലാ 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 എന്നൊക്കെ പറഞ്ഞു. രഞ്ജിത്തിന്റെ കംപ്ലൈന്റ് നോക്കുമ്പോഴേ ഒരു പേപ്പർ എടുത്ത് നോക്കുമ്പോഴത്തേന് ഒരു സ്വീറ്റ് ആയിട്ടുള്ളൊരു നോട്ടാണ് ഉണ്ട്. ഞാൻ അത് പ്ലേ ചെയ്യാം. ഞാൻ മുൻഷി രഞ്ജിത്ത്, എനിക്ക് ലാൽ സാറിനോട് അറിയിക്കാൻ മാത്രം പരാതികൾ ഒന്നും തന്നെ ഇല്ല. എത്ര മനോഹരമായ ഒരു പരാതിയാണത്. യെസ്, അതാണ് പുള്ളിക്കാരൻ്റെ ഒരു ക്വാളിറ്റി. അത് ലാലേട്ടനും പറയുന്നുണ്ട്. അത്രയും ജെന്യൂൻ ആയിട്ടുള്ള ഒരാൾ, ജെന്യൂൻ ആയിട്ടുള്ള ഇതുപോലുള്ള ആൾക്കാർക്ക് ബിഗ് ബോസ് പറ്റിയ ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് തോന്നില്ല. കുറച്ച് ഡ്രാമ, കുറച്ച് ഒരു മണ്ടത്തരം പരിപാടിയൊക്കെ കാണിച്ചാൽ മാത്രമേ ബിഗ് ബോസിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഡെഫിനറ്റ്ലി. പക്ഷേ ഐ ഫീൽ ലൈക്ക് രഞ്ജിത്തിന് ഒരു ചാൻസും കൂടി കിട്ടണം. ഒന്നും കൂടി പുള്ളിക്കാരൻ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ നന്നായിട്ട് പെർഫോം ചെയ്യുമെന്നാണ് തോന്നുന്നത്. കാര്യം പുള്ളിക്കാരൻ ഇപ്പോഴാണ് അത് മനസ്സിലായത്, അത് എന്താണ് പരിപാടി എന്നൊരു ഐഡിയ കിട്ടിയത് ഇപ്പോഴാണ്. അപ്പോഴത്തേനും പുള്ളിക്കാരനെ പുറത്തു കൊണ്ടി വന്നു. അപ്പോൾ രഞ്ജിത്ത് ഈ പ്രാവശ്യം പോയ സ്ഥിതിക്ക് ഒരു കാര്യം മനസ്സിലാക്കുക, ഫസ്റ്റ് വീക്ക് തന്നെ യൂഷ്വലി ചില മിക്ക സമയങ്ങളിൽ ഫസ്റ്റ് വീക്ക് അത്രയും പെട്ടെന്നൊരു എവിക്ഷൻ ഇടാറില്ല, അത് പോസ്റ്റ്പോൺ ചെയ്യാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം രഞ്ജിത്തിനെ പുറത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രോങ്ങർ ആയിട്ടുള്ള മച്ച് സ്ട്രോങ്ങർ ആയിട്ടുള്ള വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരാൾ എത്രയും പെട്ടെന്ന് വീട്ടിൻ്റെ അകത്ത് കയറും. മോസ്റ്റ് പ്രോബബ്ലി അടുത്ത വീക്കിൻ്റെ ഉള്ളിൽ, അതായത് ഈ ആഴ്ചയ്ക്ക് അടുത്ത ആഴ്ച ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു വീക്ക് ഡേയിൽ വേറെ 1-2 കണ്ടസ്റ്റൻറ്റ് കയറും എന്നാണ് എനിക്ക് തോന്നുന്നത്. 70 to 80% എനിക്ക് ഷുവറാണ് കയറുമെന്ന്. അല്ലെങ്കിൽ ഫസ്റ്റ് വീക്ക് തന്നെ രഞ്ജിത്തിനെ ഔട്ടാക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ദിവസത്തെ എപ്പിസോഡ് കഴിയുന്നത്. ഇനി തിങ്കളാഴ്ച, അതായത് നാളെ എന്താണ് നടക്കുക, എന്താ സംഭവിക്കുക എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. മോസ്റ്റ് പ്രോബബ്ലി നാളെ അത് കയറാൻ ചാൻസ് ഇല്ല. മറ്റന്നാൾ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഒരാൾ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്തോട്ട് കയറുന്നത്. എന്തായാലും എങ്ങനെ ഇരിക്കും പരിപാടികളെന്ന് നമുക്കിനി കണ്ടറിയാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അൺടിൽ ദെൻ, ബൈ.